നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജാതകവും ബിസിനസ്സുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. പണ്ട് നമ്മുടെ സമൂഹത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ജോലികൾ ഭാഗിക്കപ്പെട്ടിരുന്നത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ. അതിൽ വൈശ്യന് നൽകിയ ജോലിയുടെ ഭാഗമാണ് ബിസിനസ്. പിന്നെ കൃഷി, പശുവിനെ വളർത്തൽ, ഇങ്ങനെ പല കാര്യങ്ങളും വൈശ്യ സമൂഹത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. കാലക്രമേണ ഈ ട്രേഡിംഗ് ബിസിനസ്സിന് വലിയ പ്രാധാന്യം വന്നു. ജോലികൾക്കെല്ലാം മൊത്തത്തിൽ അംഗീകാരമുണ്ടായി. ജാതിയുടെ അടിസ്ഥാനത്തിലല്ലാതെ എല്ലാവരും ജോലി ചെയ്തു തുടങ്ങി. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട് വരുന്നത് ട്രേഡിംഗ് ആണ്, ബിസിനസ്സാണ്. ബിസിനസ് പലരും ഈ രംഗത്തിലേക്ക് കടന്നു വരുന്നു. അതിൻ്റെ ഉയർച്ചയും താഴ്ചയും നമുക്ക് പഠിക്കണമെന്നുള്ളത് നിർബന്ധമായി. അപ്പോൾ ഇവിടെ ജാതകത്തിൻ്റെ പ്രസക്തി വരുന്നു. ജാതകത്തിൽ ഏതൊക്കെ ഘടകങ്ങളാണ് ബിസിനസ്സിന് അനുകൂലമായി വരുന്നത്, അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള വഴികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട് കാലപുരുഷൻ്റെ 7ാം ഭാവം, അതായത് തുലാം രാശി, അതാണ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അത് കോൺട്രാക്റ്റിൻ്റെ, കച്ചവടത്തിൻ്റെ, മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ചേർന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഭാവമാണ് 7ാം ഭാവം. അപ്പോൾ അത് ബിസിനസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവമാണ്. 7ാം ഭാവത്തിന് ബലമുണ്ടായിരിക്കണം, ആ രാശിക്ക് ബലമുണ്ടായിരിക്കണം, ആ രാശ്യാധിപന് ബലമുണ്ടായിരിക്കണം, ആ രാശ്യാധിപനും ലഗ്നവുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം. ഇതൊക്കെയാണ് നാം പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകം. കൂടാതെ ഈ തുലാം രാശിയുടെ ആധിപത്യം ശുക്രനാണ്. ശുക്രനും ഒപ്പം തന്നെ രാഹുവിനും ഒരു സ്വാധീനമുള്ള രാശിയാണ് തുലാം. അപ്പോൾ ഈ 2 ഗ്രഹങ്ങളുടെ ബലവും നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ പഠിക്കുമ്പോൾ. മറ്റൊന്ന്, ഈ ഏറ്റവും പ്രധാനപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രഹം, അത് ബുധനാണ്. ബുദ്ധിയുടെ കാരകത്വമുള്ള, തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് ബുധൻ. ബുധന് ബലം വളരെ പ്രധാനമാണ്. ജാതകത്തിൽ ബുധൻ നല്ല സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ഏറ്റവും ഗുണം ചെയ്യും. പിന്നെ നമുക്ക് നോക്കേണ്ടത് 3ാം ഭാവത്തെ കുറിച്ചാണ്. കാരണം 3ാം ഭാവം അത് ഒരു ബിസിനസ്സിൻ്റെ ഭാവം തന്നെയാണ്. നമുക്ക് പല പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അത് സക്സസ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിവ് തരുന്നത് 3ാം ഭാവമാണ്. അത് ബുദ്ധിയുടെ ഭാവവും കൂടിയാണ്. അപ്പോൾ 3ാം ഭാവത്തിനും വളരെ പ്രാധാന്യമുണ്ട് ഈ ബിസിനസ്സുമായി പറയുമ്പോൾ. മറ്റൊരു ഭാവം 11ആണ്. 11 എന്ന് പറഞ്ഞാൽ അത് ലാഭസ്ഥാനമാണ്. ബിസിനസ്സിൻ്റെ ഏറ്റവും അടിസ്ഥാനം ലാഭം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഭാവത്തിനും പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് 3 പ്രധാനപ്പെട്ട ഭാവങ്ങൾ.
കൂടാതെ നമ്മുടെ ഈ ധനപരമായ കാര്യങ്ങളും മറ്റും ചിന്തിക്കുമ്പോൾ, ബുദ്ധിപരമായ കാര്യങ്ങളും മറ്റും ചിന്തിക്കുന്ന സമയത്ത് 2-ാം ഭാവത്തിനെ പറ്റി ചിന്തിക്കണം, 5-ാം ഭാവത്തിനെ പറ്റി ചിന്തിക്കണം, 9-ാം ഭാവത്തിനെ പറ്റി ചിന്തിക്കണം, 10ഉം 11ഉം ഈ ഭാവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ താരതമ്യപ്പെടുത്തണം. അതിൻ്റെ പ്രാധാന്യങ്ങൾ ജാതകത്തിൽ നമുക്ക് എങ്ങനെ അത് അനുകൂലമായി നിൽക്കുന്നു എന്നുകൂടി, ഈ ഗ്രഹങ്ങൾ, ഈ ഭാവങ്ങളുടെ അധിപന്മാർ എങ്ങനെ ജാതകത്തിൽ നിൽക്കുന്നു എന്നുകൂടി നമ്മൾ പരിശോധിക്കണം. എന്നാൽ മാത്രമേ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉയർച്ചയുണ്ടാവുകയുള്ളൂ. ഏറ്റവും പ്രധാനം, നമ്മൾ എപ്പോഴും ഒരു കർമ്മത്തിൽ സജീവമായി നിൽക്കണം. ബിസിനസ്സുകാർക്കൊരു റിലാക്സിങ് മൂഡ് വളരെ കുറവായിരിക്കും. എപ്പോഴും അവർ ആക്റ്റീവായിരിക്കണം. അങ്ങനെ ഉള്ള ഗ്രഹങ്ങൾ ഈ ബുധനും ശുക്രനും രാഹുവും എല്ലാ ഗ്രഹങ്ങളും അതിനനുസരിച്ച് നിൽക്കണം. അത് കേന്ദ്രഭാവങ്ങളിലും ത്രികോണ സ്ഥാനങ്ങളിലും ലഗ്നവുമായി ബന്ധപ്പെട്ട് ബലവാന്മാരായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സിന് വളരെ അനുയോജ്യമാണ്. രവിബുധയോഗം അത് വളരെ പ്രധാനമായിട്ട് ബിസിനസ്സിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു യോഗമാണ്. കൂടാതെ ഈ കേന്ദ്രാധിപന്മാരും ആയിട്ട് 2, 5, 9, 10, 11 ഭാവാധിപന്മാർ കേന്ദ്രാധിപന്മാരുമായോ അല്ലെങ്കിൽ ത്രികോണാധിപന്മാരുമായോ യോഗം ചെയ്ത് ലഗ്നത്തിൻ്റെ നല്ല സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതും ബിസിനസ്സിന് യോജ്യമാണ്. കൂടാതെ ഈ നീചഭംഗ രാജയോഗം ചെയ്ത് ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത്, കാരണം കുറേ അധ്വാനം ഉണ്ടെങ്കിലും വിജയം എന്തായാലും സുനിശ്ചിതമായിരിക്കും. അപ്പോൾ അത് നമുക്ക് അങ്ങനെയുള്ള യോഗങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഒപ്പം തന്നെ പരിവർത്തന യോഗം ബിസിനസ്സിന് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. പരിവർത്തന യോഗം ചെയ്ത് ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ മറ്റൊരു ഘടകം, ഈ ഉപജയസ്ഥാനങ്ങളിൽ പാവഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അവർക്ക് അധ്വാനം, അതിൻ്റെ റിസൾട്ട് ലേറ്റ് ആണെങ്കിലും റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്. മറ്റൊന്ന് സൂര്യൻ ഇതിനെല്ലാറ്റിനും നമുക്ക് വളരെ പ്രാധാന്യം ഉള്ള ഒരു ഗ്രഹമാണ് സൂര്യൻ 11-ൽ നിന്നാൽ ബിസിനസ്സിന് വളരെ നല്ലതായിട്ടാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഗ്രഹങ്ങളുടെ നിലയും ഭാവങ്ങളുടെ നിലയുമൊക്കെ പരിശോധിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടത്. മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജാതകത്തിൽ 12 രാശികളിൽ സൂര്യൻ്റെ ഒരു അവതാരമായ പുഷാൻ എന്ന ഒരു ഗ്രഹമുണ്ട്. അത് സൂര്യൻ്റെ അവതാരമാണ്. അത് സമ്പത്തിൻ്റെയും ബിസിനസ്സിൻ്റെയും യാത്രയുടെയും ഒക്കെ ഒരു ഗ്രഹമാണ്. നമുക്ക് നല്ല ശരിയായ വഴി കാണിച്ചു തരുന്ന ഒരു ഡയറ്റിയാണ് പുഷാൻ. അപ്പോൾ പുഷാൻ എന്ന് പറഞ്ഞാൽ അത് സൂര്യൻ്റെ ഒരു അവതാരമാണത്. 12 സൂര്യന്മാരിൽ ഒരാളാണ് പുഷാൻ. അപ്പോൾ പുഷാൻ എന്ന ആ ഒരു ഡയറ്റിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് പ്രത്യേകമായിട്ട് ഇല്ലെങ്കിൽ സൂര്യനെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റൊന്ന്, ഈ ഗണപതി, അതുപോലെ തന്നെ മഹാലക്ഷ്മി എന്നീ ദൈവങ്ങളെയും നമ്മളെപ്പോഴും വളരെ പ്രാധാന്യത്തോടു കൂടി, നമ്മുടെ ജാതകത്തിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട
ഗ്രഹങ്ങൾക്ക് ഉപരിയായിട്ട് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ഈ ഗണപതിയെയും മഹാലക്ഷ്മിയെയും പൂജിക്കുന്നത് നല്ലതാണ്. ബിസിനസ് ചെയ്യുന്ന ഏരിയകളിൽ വാസ്തുവിന് അനുയോജ്യമായിക്കൊണ്ട് കുബേരൻ്റെ പ്രതിമ വെക്കുന്നതും നല്ലതാണ്. എപ്പോഴും ബിസിനസ് ചെയ്യുന്ന മേഖലകൾ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളൊക്കെ വാസ്തു സംബന്ധമായിട്ട് അനുകൂലമാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഈ ബിസിനസ്സിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം. അവരെപ്പോഴും കർമ്മരംഗത്ത് സജീവമായിരിക്കണം. പക്ഷേ കുറച്ച് സമയം ഇവർ ഒന്ന് ഒരു സൂര്യൻ്റെ പ്രകാശമേറ്റുകൊണ്ട് നടക്കുന്നത്, കുറച്ച് ന്യൂട്രലാക്കിക്കൊണ്ട്, മനസ്സിനെ ഒന്ന് ന്യൂട്രലാക്കിക്കൊണ്ട് കുറച്ച് നേരം നടന്നു പോകുന്നത് ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലതാണ്. കാരണം സൂര്യൻ ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് ബിസിനസ്സുകാർക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ, ഗ്രഹങ്ങൾ അനുകൂലമായി നിന്നാൽ, നമ്മുടെ ഗ്രഹങ്ങളും നമ്മുടെ രാശികളുമൊക്കെ അനുകൂലമായിട്ട് നിന്നാൽ നമുക്ക് എന്തായാലും ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും. ദേവിയെയും ഗണപതി സ്വാമിയെയും നമ്മളെന്നും പൂജിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ തുടങ്ങണം. കാരണം വിഘ്നേശ്വരനാണത്. നമുക്ക് തടസ്സങ്ങൾ ധാരാളം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലയാണ് ബിസിനസ്. അപ്പോൾ ഗണപതിയെ എപ്പോഴും നമ്മൾ മുമ്പിൽ കാണണം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, തൽക്കാലം ഇത്രമാത്രം. ജയ്.